ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ പോയി ഒരു 50 രൂപയ്ക്ക് പെട്രോൾ മേടിക്കാൻ തന്നെ. E20 പെട്രോൾ. E20 ഇല്ല, E20 ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. E10 ഉള്ളതെന്ന് ഇവർ പറയുന്നു. എത്രത്തോളം ശരിയാണെന്നറിയില്ല. അപ്പോൾ അതിലെനിക്ക് കിട്ടിയത് 440 ml ആണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കിയേക്കാം. നമുക്ക് 440 ml. ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് നമുക്ക് നേരെ നോക്കിയാൽ കാണാനില്ല. നല്ല തെളിഞ്ഞ എണ്ണയാണ്. ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഡയലൂഷൻ നടക്കുമല്ലോ. എന്നാൽ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ അടപ്പിലേക്ക്, ബോട്ടിലിൻ്റെ അടപ്പിൽ 2 അടപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിതെല്ലാം ലൈവായിട്ട് പിടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അതിലേക്ക് 2 അടപ്പ്, ഒന്നും കൂടെ ഒരടപ്പും കൂടെ ഒഴിക്കാം. അപ്പോൾ 2 അടപ്പ് വെള്ളം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒഴിച്ച വെള്ളം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇപ്പം നിലവിലുള്ള ഇതിൻ്റെ നിലവിൽ ആ ഒരു നമ്മുടെ പെട്രോളിൻ്റെ കളർ നോക്കിക്കും. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ അങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് നോക്കാം. ഇപ്പോൾ കളർ തന്നെ നോക്കി, ഇപ്പോൾ ചേഞ്ച് ആയതുകൊണ്ടോ. ശരിക്കും പ്യുവർ പെട്രോളിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ആകില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ തന്നെ നമുക്കൊരു 2 മണിക്കൂർ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ആഡ് ചെയ്ത വാട്ടർ എന്തോരമുണ്ടെന്ന് നോക്കിയേക്കാം. ആ അടപ്പിൽ, നിലവിൽ ഈ അടപ്പിൽ നമ്മൾ ഒരു 2 അടപ്പ് വെള്ളം ഒഴിച്ചപ്പോഴേക്ക് 10 ml ഇല്ല, 10 ml തൊട്ട് താഴെ ഒരു 9 ml നമുക്ക് കണക്കാക്കാൻ തോന്നുന്നു. 10 ml ഹൈറ്റാണ്. 9 ml 8 ml അത്ര വരുന്നുള്ളൂ. റിസൾട്ട് ഇതാണ് എനിക്ക് കിട്ടിയത്. ഇത്രത്തോളം വാട്ടറാണ് അതിൻ്റെ ആ പെട്രോളിൻ്റെ ലാസ്റ്റ് നിൽക്കുന്ന ആ ഒരു ലെയറും കൂടെ വാട്ടർ കണ്ടൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഇത്രയും വാട്ടറാണ് എനിക്ക് കിട്ടിയത്. 440 ml പെട്രോളിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. അതിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയേക്കുന്ന ഞാൻ എടുത്തേക്കുന്ന 2 അടപ്പ് വാട്ടർ, ആ വെള്ളം ഞാൻ കുപ്പിയിലേക്ക് എന്തായാലും ഒഴിച്ച് കാണിക്കാം. ആ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പം എന്തോരമുണ്ടെന്ന് നോക്കാം. ഇത് കുപ്പിക്കകത്ത് ഞാൻ അതുപോലെ തന്നെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചപ്പോൾ ആ കുപ്പിയിൽ കാണാൻ പോലും ഉള്ള അളവില്ല. നമുക്ക് കാണാൻ പറ്റുന്നെന്ന് കരുതുന്നു. എനിക്ക് വളരെ കുറച്ചാണ് ആ വെള്ളമുള്ളത്. അതും ഇപ്പോൾ പെട്രോളിൻ്റെ അവസ്ഥ നോക്കി എത്രത്തോളം വാട്ടർ കണ്ടൻ്റാണ് ഉള്ളതെന്ന് നോക്കി. അപ്പോൾ 440 ml എത്തനോൾ മിക്സ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത്രയും വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു വാഹനത്തിനും ഇത് പ്രയോജനകരമാവില്ല. ഇതെന്തായാലും കത്തിപ്പോകേണ്ടതാണ്. അപ്പം ഇത്രയും വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു വാഹനത്തിൽ E20 എന്തായാലും ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയുള്ളതല്ല. ഈ വാട്ടർ കണ്ടൻറ്റിനെ എങ്ങനെയും കത്തിച്ച് കളയുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ഇറക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. എന്തായാലും നമുക്കെല്ലാം ദോഷകരമാണ്. ഇത്രത്തോളം മനുഷ്യനെ പറ്റിക്കുന്ന എന്തായാലും സംഘി എല്ലാവരും ഇതിൻ്റെ അകത്ത് പെടുന്നുകൊണ്ട് അങ്ങനെ ഒരു സമാധാനിക്കുക. എല്ലാവരും ഇതിൻ്റെ അകത്ത് പെടുമല്ലോ എന്ന് ഓർത്തിട്ട് എന്തായാലും ഗഡ്കരിക്കും BJPക്കും എല്ലാം ഗുണമുണ്ടാകട്ടെ. നമ്മളെ അളവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം. ഇനി വേണമെങ്കിൽ ഇത് എത്തനോളിൻ്റെ അളവ് ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞത് സത്യമുണ്ടോ, അത് ശരിയാണോ ഇല്ലയോ എന്നെല്ലാം ഇതിൽ കൂടെ നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന ഒരു വികസന പ്രവർത്തനവും അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മേടിച്ച പെട്രോളിൻ്റെ കളറും 2 അടപ്പ് വെള്ളം ചേർന്നപ്പോഴുള്ള പെട്രോളിൻ്റെ കളറും കൂടെ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ.